قال رسول الله صلى الله عليه وسلم ليس يوم إلا ويأتي ويقول لابن آدم يا ابن آدم إني يوم جديد وإني على ما يعمل في شهيد وإني إذا غربت الشمس لم أرجع إليكم إلى يوم القيامة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, എല്ലാ ദിവസവും ആ ദിവസം മുഅ്മിനായ മനുഷ്യർ ആദം സന്തതികളുടെ ചാരത്ത് വന്നുകൊണ്ട് ഓരോ ദിവസവും ആദം സന്തതികളോട് ചില കാര്യങ്ങൾ ഉണർത്തുമത്രേ. എല്ലാ ദിവസവും ആ ദിവസങ്ങൾ ആദം സന്തതികളോട് എല്ലാ ദിവസവും വന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. എല്ലാ ദിവസവും ചില കാര്യങ്ങൾ ഉണർത്തും. എന്താണത്? ശ്രദ്ധിച്ചോ, ഹദീസ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയാണ്, ലൈസ യൗമുൻ ഇല്ലാ വയഅതി വയഖൂൽ ലിഇബ്നി ആദം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ദിവസങ്ങൾ എല്ലാ ദിവസവും ആദം സന്തതികളുടെ ചാരത്ത് വന്നുകൊണ്ട് ദിവസങ്ങൾ വിളിച്ചു പറയുമത്രേ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, ഇന്നി യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്, പുതിയ ദിവസമാ, വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ പ്രവർത്തിക്കുന്നതാകുന്ന സർവ കാര്യങ്ങളും ഞാൻ സാക്ഷ്യപത്രമാണ്, ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് നന്മ ചെയ്യണേ, തിന്മ ചെയ്യരുതേ. വഇന്നി ഇദാ ഗറബത്തി ശംസു ലം അർജിഅ ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ. അല്ലയോ ആദം സന്തതികൾ പെട്ടവരെ, അല്ലയോ വിശ്വാസികളെ, അല്ലയോ അവിശ്വാസികളെ, നിരീശ്വരവാദികളെ, യുക്തിവാദികളെ, എല്ലാ ആദമിന്റെ മക്കളെയും വിളിച്ചുകൊണ്ട് ദിവസം പറയുകയാണ്, വഇന്നി ഇദാ ഗറബത്തി ശംസു ലം അർജിഅ ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ. ഞാൻ ഈ രാത്രി അസ്തമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിന്നിലേക്ക് ഞാൻ മടങ്ങി വരികയില്ല, ഇനി ഒരിക്കലും നിന്നിലേക്ക് ഞാൻ മടങ്ങി വരികയില്ല. അതുകൊണ്ട് ദിവസമാകുന്ന എന്നെ നീ മാന്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണേ, നീ സുഹൃതമനുഷ്ഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എല്ലാ ദിവസവും ദിവസങ്ങൾ വന്നുകൊണ്ട് ആദം സന്തതികളോട് പ്രഭാതത്തിൽ പറയുന്ന വചനമാണിതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ നിനക്കൊരു പുതിയ ദിവസമാണ്, വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ പ്രവർത്തിക്കുന്ന സർവ കാര്യങ്ങളും ഞാനിതാ സാക്ഷിയാണ്. വഇന്നി ഇദാ ഗറബത്തി ശംസു ലം അർജി ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ. ഈ ദിവസം ഒന്ന് അസ്തമിച്ചാൽ, മഗ്രിബായി കഴിഞ്ഞാൽ, മഗ്രിബോടുകൂടി പിന്നീട് ഒരിക്കലും ഞാൻ നിന്റെ അടുക്കലേക്ക് ഇനി തിരിച്ചു വരൂല. ദിവസമാകുന്ന ഞാൻ ഇതാ മടങ്ങിപ്പോകുന്നതാണ്, മഗ്രിബോടുകൂടി എന്റെ ഒരു ഡേറ്റ് കഴിയുന്നതാണ്. അതുകൊണ്ട് ശരിക്കെന്നെ ഉപയോഗപ്പെടുത്തണേ എന്ന് ദിവസങ്ങൾ വന്നുകൊണ്ട് ഓരോ ആദം സന്തതികളെടുക്കലും പറയുന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ പ്രഭാതവും നമ്മളോടത് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മളിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. മഗ്രിബോടുകൂടി അടുത്ത ഡേറ്റ് നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത ഡേറ്റ് നമ്മളോട് ഇതാ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ ദിവസത്തെ നീ മാനിക്കണേ, ഗൗനിക്കണേ, ശ്രദ്ധിക്കണേ. നാളത്തെ മഗ്രിബോടുകൂടി ഞാൻ കഴിയുമേ, നിസ്കാരം നീ ശ്രദ്ധിക്കണേ, കറക്റ്റായിട്ട് ഇബാദത്തുകൾ നീ ഗൗനിക്കണേ.
നീ എല്ലാ സുഹൃതങ്ങളിലും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി മുന്നേറണേ, നന്മയാർന്ന പ്രവർത്തനങ്ങളുമായിട്ട് നീ നിലകൊള്ളണേ എന്ന് നിന്നെ ഇതാ ദിവസങ്ങൾ എല്ലാ ദിവസവും വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കൊന്നുമില്ല, ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത സെക്കൻഡിൽ നമ്മൾ മരണം വരിക്കേണ്ടവരാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലെ ഒരുമിച്ച് കൂടിയതാകുന്ന പരിശുദ്ധമായ മഖാം ഉറൂസിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ വർഷം ചെറിയ തോതിൽ മജ്ലിസ് നടത്തി. അതിനുശേഷം പിന്നീട് ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടുന്നതിനിടയ്ക്ക് ഈ 2 കൊല്ലത്തിനിടയിൽ മരണപ്പെട്ടു പോയ എത്ര ആളുകളുണ്ടാവും? മനോഹരമായ രീതിയിൽ നമ്മളോടൊപ്പം ഉറൂസ് സംഗമിച്ചിട്ടുള്ള എത്രയോ സമുന്നതരായ ആളുകൾ ഇന്ന് ആറടി മണ്ണിന്റെ ഇരുട്ടറയിലാണ്. എന്തേ നമ്മൾ ചിന്തിക്കാതെ പോകുന്നത്? നമുക്ക് ഓരോ ദിവസവും അസ്തമിക്കുന്നു, നമ്മുടെ ആയുസ്സിൽ നിന്നൊരു ദിവസം കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, മരണത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇബ്നു ഉമർ, അല്ലയോ ഉമറിന്റെ മകനേ, മകനേ, ഇദാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ, നീ പ്രഭാതമായാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കണ്ട കേട്ടോ. വൈദാ അംസൈത ഫലാ തന്തളിരി സബാഹ്, പ്രദോഷമായാൽ പ്രഭാതത്തെയും പ്രതീക്ഷിക്കരുതേ. ഏത് സെക്കൻഡിലും മരണമുണ്ടാവാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെറിയ കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള വാക്കാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനോടുള്ള വചനമാണ്. ഇബ്നു ഉമർ, ഉമറിന്റെ പൊന്നുമോനെ, യാ അബ്ദുല്ലാഹ്, അല്ലയോ അബ്ദുല്ലാ, അല്ലാഹുവിന്റെ ദാസേന, നീ പഠിച്ചു വെക്കണേ, നീ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇദാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ, പ്രഭാതമായാൽ നീ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. സൂര്യന് കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം സൂര്യന് പടിഞ്ഞാറ് അസ്തമിക്കും വരെ ഞാൻ ഉണ്ടാകുമെന്ന് നീ വിചാരിക്കരുതേ, വിചാരിക്കരുതേ. ഫലാ തന്തളിരിൽ മസാ, വൈകുന്നേരത്തെ നീ പ്രതീക്ഷിക്കരുതേ ഉമറേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വൈദാ അംസൈത ഫലാ തന്തളിരി സബാഹ്, വൈകുന്നേരം സന്ധ്യയായി കഴിഞ്ഞാൽ സൂര്യന് പടിഞ്ഞാറ് നിന്ന് അസ്തമയം നീ കണ്ടു കഴിഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ എന്റെ ജീവിതം ഉണ്ടാകുമെന്ന് നീ ഉറപ്പിക്കരുതേ, ഉറപ്പിക്കരുതേ. അങ്ങനെ ഉറപ്പിക്കുന്നവൻ മുഅ്മിനല്ല, മുഅ്മിനല്ല. ഞാനിതാ നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവനാണ്, അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണെന്നുള്ള ബോധം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മരണത്തെ പ്രതീക്ഷിച്ച് മരണത്തെ കൺമുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചോ സയ്യിദുനാ റസൂലുള്ളാഹി. അടുത്ത സെക്കൻഡിൽ നീ മരിക്കും. നിന്റെ കുടുംബത്തെ വിട്ട്, നിന്റെ മക്കളെ വിട്ട്, നിന്റെ ഭാര്യ വിട്ട്, നിന്റെ സഹോദരനെ വിട്ട്, സഹോദരിമാരെ വിട്ട്, നിന്റെ സമ്പത്തും സർവ്വതും ഈ ഭൂമുഖത്ത് ബാക്കി പത്രമാക്കി ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി നീ വിട പറയേണ്ടി വരും. ആ ഒരു ചിന്ത നിന്റെ ഹൃദയത്തിൽ മായാതെ നിറകൊള്ളണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്ക് ആ ചിന്തയുണ്ടോ സഹോദരങ്ങളെ? ഉറൂസ് മുബാറക് ഇതാ കഴിഞ്ഞു കിടക്കുന്നു. ഇവിടെ നമ്മൾ ഭക്ഷണം വിതരണം നടത്തുമ്പോഴും ഇവിടെ നമ്മൾ മനോഹരമായ രീതിയിൽ ഉറൂസ് കഴിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ട ഒരു ചിന്തയുണ്ട്. ഈ കിടക്കുന്നതാകുന്ന മഹാനുഭാവൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയവരാ. ഇതുപോലെ നമ്മളും വിട പറയുമെന്നുള്ള ചിന്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്. നാളെ നമ്മളും വിട പറയും. ഈ പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന കബറടക്കം ചെയ്യും.
പരിസര മഹല്ലുകളിൽ നിന്ന് ഈ സദസ്സിലേക്ക് വന്നെത്തിയിട്ടുള്ളതാകുന്ന ആളുകൾ ഒരുപക്ഷെ അവരവരുടെ ഖബറുകൾ എവിടെയായിരിക്കുമെന്ന് ആർക്കാണ് തീർച്ചപ്പെടുത്താൻ പറ്റുക? എവിടെയാണ്? സാധിക്കൂല. നിങ്ങൾക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കുമോ നിങ്ങളുടെ ഖബർ അവിടെയാകുമെന്ന്? ഒരിക്കലുമില്ല. ചില ആളുകളുണ്ട് അവരവരുടെ കുടുംബക്കാരുടെ ഖബറിന്റെ ഭാഗം തഅയീൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ അടങ്ങും. ഒരിക്കലുമില്ല അങ്ങനെ. എവിടെയായിരിക്കും ഖബർ? ആർക്കെങ്കിലും തീർച്ചപ്പെടുത്താൻ പറ്റുമോ? ഒരാൾക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീൽ പാതിരാത്രി സമയത്ത് കൂട്ടുകാർ ആർക്കോ വേണ്ടി ഖബർ കുഴിക്കുന്നത് കാണുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത് കണ്ട് സ്വഹാബത്ത് അമ്പരപ്പോടുകൂടി മാറി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയുടെ യാമത്തിൽ വന്നുകൊണ്ട് ജന്നത്തുൽ ബഖീലത്തിൽ ചോദിക്കുകയാണ്, ലിമൻ ഹാദൽ ഖബറു, ലിമൻ ഹാദൽ ഖബറു, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഖബർ കുഴിക്കുന്നത് സ്വഹാബാ? പാതിരാത്രി സമയത്ത് രഹസ്യമായി ആർക്ക് വേണ്ടിയാണ് ഖബർ കുഴിക്കുന്നത് സ്വഹാബാ? സ്വഹാബത്ത് ആർക്കോ വേണ്ടി ധൃതിപ്പെട്ട് രാത്രിയിൽ തന്നെ ഖബർ കുഴിക്കുന്നതായി നബി തങ്ങൾ കണ്ടു. ഫഖാലു, ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലിറജുലിൻ മിനൽ ഹബശ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലേക്ക് കടന്നു വന്ന് തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതാകുന്ന ഇന്നാലിന്ന മനുഷ്യനില്ലയോ, സ്വഹാബിയില്ലയോ? അദ്ദേഹം മരണപ്പെട്ടു പോയി നബിയേ, വഫാത്തായി പോയി നബിയേ. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഖബർ കുഴിക്കുന്നത്. ലിറജുലിൻ മിനൽ ഹബശ, എത്യോപ്യയിൽ നിന്ന് ഈ പരിശുദ്ധമായ മദീനയിലേക്ക് വന്ന് തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതാകുന്ന ഇന്ന സ്വഹാബിയില്ലേ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഖബർ കുഴിക്കുന്നത് എന്ന് സ്വഹാബത്ത് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഒരു വാക്യം പറഞ്ഞു, അത് നമ്മുടെ ഹൃദയത്തിൽ തറക്കേണ്ട വാക്കാണ്. ശ്രദ്ധിക്കണേ. ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരിമാരും ഹൃദയത്തിൽ ചേർക്കേണ്ട ഒരു വചനമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. ആരാധനക്കർഹൻ മറ്റാരുമില്ല സഹാബ, അല്ലാഹു അല്ലാതെ ലോകത്ത് ഒരാളുമില്ല ആരാധനക്കർഹൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ ജനിച്ച് കളിച്ച് വളർന്നതാകുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ മരണാസന്നമെടുത്തപ്പോ, അഥവാ മരണമടുത്തതാകുന്ന വേളയിൽ അദ്ദേഹം അല്ലാഹുവിന്റെ വിളിയാളത്തോടുകൂടി ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലേക്ക് വരാൻ സൗഭാഗ്യം ലഭിച്ചവനാണ്. ഈ മദീനയിൽ വന്നു എന്ന് മാത്രമല്ല, ഈ പാവപ്പെട്ട മുഹമ്മദിന്റെ കരം പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാം മതം പുൽകിയവനാണ്. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മുസ്ലിം ആകാ സൗഭാഗ്യം ലഭിച്ചവനാണ്. കേവലം ഒരു മുസ്ലിം മാത്രമല്ല, സ്വഹാബി എന്ന സമുന്നതമായ പദവിയിലേക്ക് എത്തിയ വ്യക്തിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചുകൊണ്ട് പ്രവാചകരുടെ ചാരത്ത് നിലകൊണ്ടതായ വ്യക്തിയല്ലയോ? ദിവസങ്ങൾ 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ഇതാ മരണപ്പെടാൻ സൗഭാഗ്യം ലഭിച്ചു പോയി. സ്വഹാബ, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഈ പുണ്യമാക്കപ്പെട്ട ഈ മദീനയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടതിന്റെ കാരണം നിങ്ങൾ അറിയണം സഹാബ. ഇവിടെ നിങ്ങൾ ഈ കുഴിക്കുന്ന ഖബറിൽ നിന്നാണ് അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ. ഓരോ സഹോദര സഹോദരിമാര് ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട വചനമാ. എത്ര ആളുകൾ നമ്മൾ നിന്ന് പരിശുദ്ധമായ മദീനയിൽ മറവാടപ്പെട്ടിട്ടുണ്ട്. എത്രയെത്ര കുടുംബാദികൾ പരിശുദ്ധമാകുന്ന ജന്നത്തുൽ മുഅല്ലയിൽ പവിത്രമാക്കപ്പെട്ട മക്കയിൽ മരണപ്പെട്ട് കിടപ്പുണ്ട്. അല്ലാഹുവേ, അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാ, നീ ഉയർത്തണേ അല്ലാ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ എവിടുന്നാണോ മണ്ണെടുത്തിട്ടുള്ളത് അവിടെ തന്നെയായിരിക്കും അവന്റെ ഖബർ ഉണ്ടാവുക. നബിയുനാ റസൂലുള്ളാഹി ആണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ ചില ആളുകളുണ്ട്, ചിലര് പറയും ഉമ്മ മക്കത്ത് വെച്ച് മതിച്ചു, എന്നാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി, നാട്ടിലോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നീ മനസ്സിലാക്കണം, നിന്റെ ഉമ്മയെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തത് എവിടെയാ? ആ മക്കയിലെ പവിത്രമായ അവരെ എവിടെയാണോ അടങ്ങിയിട്ടുള്ളത് ആ പുണ്യമാക്കപ്പെട്ടതാകുന്ന സ്ഥലത്ത് നിന്നാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മദീനയിൽ വെച്ച് മരിക്കുക വലിയ ഭാഗ്യല്ലേ? മൻ അറാദ അൻ യുമീത ബിൽ മദീന ഫൽയുമിത് ഫീഹാ ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു ശഫീഉനാ റസൂലുള്ളാഹി. ആരെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയുമിത് ഫീഹാ, അവിടെ വെച്ചുകൊണ്ട് മരിക്കാൻ അവൻ കൊതിച്ചുകൊള്ളട്ടെ. ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു, അവനെ ശുപാർശ ചെയ്തവനെ സ്വർഗ്ഗത്തിൽ ഞാൻ എത്തിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൊതിക്കണം സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റകാമി പറയും, ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ ബന്ധുക്കള് മക്കയിലോ മദീനയിലോ ഒക്കെ മരണപ്പെട്ട് കിടക്കുന്നവർ? ആരുടെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അവിടെ ഒരാൾ കൈ ഉയർത്തി. 2 3 ലേലം വിളിക്കുന്ന പോലെയാണ്. വേഗം കൈ ഉയർത്തി അല്ലേ? 4 ഇതാ 4 പേര്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. അവിടെ ഇവിടെയൊക്കെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ദറജ അല്ലാഹു ഉയർത്തട്ടെ. അപ്പൊ മദീനയിൽ വെച്ച് മരിച്ചാലും എവിടെ വെച്ച് മരിക്കാനും വളരെ കൊതിക്കണം. പ്രത്യേകിച്ച് മദീനയിൽ മരിക്കുന്നതിന് വലിയ കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വന്നത്, എവിടെയാണോ ഒരു മനുഷ്യനെ ഖബറടക്കുക അവിടെയായിരിക്കും അവന്റെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുണ്ടാവുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയാ നമ്മളൊക്കെ മരിച്ചു വീഴുക? ആർക്കെങ്കിലും തീർച്ചപ്പെടുത്താൻ പറ്റുമോ? അപ്പൊ ചിലര് ഗൾഫിൽ വെച്ച് മരിക്കുന്നുണ്ട്, ഖത്തറിൽ, UAE, ബഹ്റൈനിലൊക്കെ വെച്ച് മരിക്കുന്നവരുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവിടെ അടക്കാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴേക്ക് നാട്ടിൽ കൊണ്ടുവരണമെന്നുള്ളൊരു വാശിയോ വിഷയങ്ങളൊക്കെ ഉണ്ടായി ചിലപ്പോൾ ഇങ്ങ് കൊണ്ടുവരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? അവന്റെ ഖബർ എവിടെയാണോ ഈ നാട്ടിൽ നമ്മുടെ പരിസരത്ത്, പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് നടക്കുകയാണെങ്കിൽ അവിടെ നിന്നാണ് അവനെ സൃഷ്ടിക്കാൻ എന്തെടുത്തിട്ടുള്ളത്? മണ്ണെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ദൂരത്ത് തിരിച്ചു വന്നിട്ടുള്ളത്. ഇവിടുന്ന് പോയിട്ടും തിരിച്ചിവിടെ തന്നെ എത്തിപ്പെട്ടു. ചിലരിവിടെ എത്തിപ്പെടുന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് പോയവനാണ്. അവിടെ വെച്ചൊരു മരണം ഉണ്ടായി, നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷിയും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് അവിടെ തന്നെ അടക്കാണ്, ഏതെങ്കിലും ഒരു പള്ളിയുടെ ചൂട്ടിൽ. അങ്ങനെ എത്ര ആളുകളുണ്ട്. അപ്പൊ എവിടെയാണ് നമ്മുടെ ഖബറുണ്ടാവുക നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റൂല. എവിടെ വെച്ചാണ് മരിക്കുക നമുക്കറിയില്ല. അല്ലാഹു നല്ല മരണം നമുക്ക് സാധ്യമാക്കട്ടെ. മരിച്ച് ഖബറിലേക്ക് ചെന്നാൽ സുബ്ഹാനല്ലാഹ്, ആ ഖബറിൽ നടക്കുന്ന ആദ്യത്തെ പ്രതിഭാസം എന്താണ്? ഖബറിൽ നടക്കുന്നത്, യാ റസൂലല്ലാഹ്, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു, ഇദാ ദഖല ഖബറഹു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അത്രേ, അല്ലാഹുവിന്റെ റസൂലേ, ഖബറിൽ ആദ്യമായി
ഉണ്ടാകുന്ന സംഭവ വികാസമേതാണ്? മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു. ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ ഖബറിൽ ആദ്യമായി അവൻ അഭിമുഖീകരിക്കുന്ന വസ്തു എന്താണ്? ആദ്യമായി കാണുന്നതായ കാര്യമേതാണ്? ഏതാണ്? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അത്രേ, ഇബ്നു മസ്ഊദ് മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദേ, നീയല്ലാതെ ഇന്ന് വരെ ഒരാളും എന്നോട് ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദേ, ആദ്യമായി ചോദിക്കുന്നത് നീയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് നീയാണ്. ഖബറിൽ എന്താണ് മനുഷ്യൻ ആദ്യമായി അഭിമുഖീകരിക്കുന്നത്? ഈ ഒരു ചോദ്യം നല്ല ചോദ്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദേ, ആദ്യമായിട്ട് നീയാണ് ഇത് ചോദിക്കുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താണത്? നാളെ നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ട വിഷയമാണ്. ഞാനൊരു നിസ്കാരത്തിന്റെ മസല പറഞ്ഞാൽ നിങ്ങൾക്കത് അമൽ ചെയ്യണമെങ്കിൽ സുബഹി വരെ കാത്തിരിക്കേണ്ടി വരും. ഞാനൊരു ഹജ്ജിന്റെ മസല പറഞ്ഞാൽ അടുത്ത സീസണിലെ അത് നിങ്ങൾക്ക് അമൽ ചെയ്യാൻ പറ്റുമോ? ഒരു സക്കാത്തിന്റെ മസല പറഞ്ഞാൽ നിങ്ങളുടെ തോത് ഒരു വർഷത്തേക്ക് അതിന്റെ നിസാബ് തുക എത്തിച്ചെങ്കിലേ നിങ്ങൾക്കതിന്റെ മസല ഉപകരിക്കൂ. എന്നാൽ ഈ ഖബറിന്റെ വിഷയം പറയുന്നത് അടുത്ത സെക്കൻഡിൽ ഉപകരിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ഈ മജ്‌ലിസിൽ നിന്ന് മരണപ്പെട്ടു വീണാൽ നമ്മളെ കൊണ്ടുപോയി പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്താൽ നമ്മൾ ആദ്യമായി കാണുന്ന സംഭവം ഇതാ, സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെയാണ് ഈ സദസ്സിന്റെ പ്രസക്തി. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, أول ما يلقى الميت إذا دخل قبره ملك اسمه റൗമാൻ. ഒരു മനുഷ്യനെ കൊണ്ടുപോയ ഖബറിലേക്ക് വെച്ചാൽ ആദ്യമായി അവൻ ഖബറിൽ കണ്ടുമുട്ടുന്നതായ ഒരു മലക്കുണ്ട്. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി ഖബറിൽ ഒരു മലക്കിനെ കണ്ടുമുട്ടും. മലക്കിന്റെ പേരാണ് റൗമാൻ. സയ്യിദുനാ റസൂലുള്ളാഹി. ഫയഖൂലു, ആ മലക്കുടനെ അവനോട് പറയുമത്രേ, യാ അബ്ദല്ലാഹ് വയാ അമത്തല്ലാഹ്. അല്ലാഹുവിന്റെ അടിമയെ, അല്ലാഹുവിന്റെ അടിമയെ, എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. ഉക്തുബ അമലക, നിന്റെ അമലുകൾ മുഴുവനും നീ രേഖപ്പെടുത്തണേ, രേഖപ്പെടുത്തണേ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. മുട്ടുന്തലയിലുള്ള ഓരോ സഹോദര സഹോദരിമാരും ചിന്തിക്കേണ്ട വചനമാണ്, വചനമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഖബറിലേക്ക് ചെല്ലുമ്പോൾ ആദ്യമായി ഖബർ തുറന്നുകൊണ്ട് നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതായ മലക്ക് ഇസ്മുഹു റൗമാൻ. റൗമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നിന്നോട് പറയുമത്രേ, യാ അബ്ദല്ലാഹ് ഉക്തുബ അമലക, അല്ലാഹുവിന്റെ ദാസാ, ദാസാ, നീ നിന്റെ അമലുകൾ മുഴുവനും രേഖപ്പെടുത്തണേ, രേഖപ്പെടുത്തണേ. ഫയഖൂൽ, ഉടനെ ഖബറിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന ഈ മനുഷ്യന് പറയുമത്രേ, മാ മഈ ദവാതുൻ വലാ ഖിറതാസുൻ. എന്റെ കയ്യിൽ പേനയില്ല, എന്റെ കയ്യിൽ മഷിക്കുപ്പിയില്ല, എന്റെ കയ്യിൽ കടലാസില്ല. വലാ ദവാതുൻ വലാ ഖിറതാസുൻ വലാ കലം. പേനയില്ലാത്ത, മഷിയില്ലാത്ത, കഫൻ കുട പോലുമില്ലാത്ത, അഥവാ ഒരു പേപ്പർ പോലുമില്ലാത്ത ഞാൻ ഏത് നിലയ്ക്കാണ് രേഖപ്പെടുത്തുക, രേഖപ്പെടുത്തുക? ഉടനെ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്ക് മുഖേന പറയുകയാണ്,
കഫനുക ഖിർതാസുക വമിദാദുക റീഖുക വയസ്ബഉക ഖലമുക. നിന്റെ കഫൻ പുടവയാണ് നിനക്കുള്ളതാകുന്ന കടലാസ്. കഫനുക ഖിർതാസുക, നിനക്കുള്ള കടലാസ് നിന്റെ കഫൻ പുടവയാണ്, കഫൻ പുടവയാണ്. വമിദാദുക റീഖുക, നിന്റെ വായിലുള്ള ഉമിനീരാണ് നിനക്കുള്ള മഷി എന്ന് നീ അറിയണേ. വയസ്ബഉക ഖലമുക, അനങ്ങാതെ നിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന നിന്റെ കൈവിരലുകൾക്ക് ഇതാ ഞാനിതാ ആയുസ് നൽകുകയാണ്, റൂഹുദപ്പെട്ടിരിക്കുകയാണ്. ആ വിരലുകൾക്ക് ജീവൻ വെച്ചിരിക്കുകയാണ്. ആ വിരലുകളാണ് നിനക്കുള്ള പേന, നിന്റെ വിരലാകുന്ന പേന. നിന്റെ വായിൽ കിടക്കുന്ന ഉമിനീര് മഷിയാക്കിക്കൊണ്ട് നിന്റെ കഫം പുടവയാകുന്ന പേപ്പറിലേക്ക് നിന്റെ നന്മ തിന്മകൾ മുഴുവനും രേഖപ്പെടുത്തണേ, രേഖപ്പെടുത്തണേ എന്ന് അവനോട് മലക്കാകുന്ന റഹ്മാൻ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ. ഉടനെ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചിന്തിക്കുകയാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുമത്രേ, എന്താണ് അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ചെയ്ത അമല്? ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം ചെയ്തതാകുന്ന നന്മ തിന്മകൾ പോലെ അവന്റെ ചെറുകാലഘട്ടം മുതൽ ചെയ്തതായ എല്ലാ നന്മ തിന്മകളും അവന് പ്രായപൂർത്തിയെത്തിയ തലം മുതൽ അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല നന്മ തിന്മകളും അവന് കഫംപുടയിലേക്ക് രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഓരോരുത്തരും ചിന്തിക്കുകയാണ്, ചെറുപ്പക്കാരാകുന്ന ആളുകൾ ചിന്തിക്കുകയാണ്, അവന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ കൗമാര പ്രായത്തിൽ അവൻ ചെയ്തതാകുന്ന നീച പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അവൻ വാട്സാപ്പിലൂടെ മോശമാകുന്ന കമന്റുകൾ രേഖപ്പെടുത്തിയത്, ഫേസ്ബുക്കിൽ മോശപ്പെട്ട കമന്റുകൾ ഇട്ടത്, അനാവശ്യ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് നാട്ടുകാരെ, കൂട്ടുകാരെ, സമൂഹത്തിലുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, സജ്ജനങ്ങളെ, സാത്വികരാകുന്ന ഔലിയാക്കളെ കുറിച്ച് മോശമായ രീതിയിൽ കമന്റ് ഇട്ടത് എല്ലാം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുകയാണ്. നാട്ടിലുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടത്, അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങൾ കണ്ടത്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊണ്ടത് എല്ലാം അവൻ റെക്കോർഡായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം ചെയ്തതാകുന്ന നന്മ തിന്മകൾ പോലെ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ ഇരുന്നു കൊണ്ട് രേഖപ്പെടുത്തുവേ കഫം പുടവയിലേക്കെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം രേഖപ്പെടുത്തും. കഫം പുടവയിലേക്കാണ് മുഴുവൻ രേഖപ്പെടുത്താൻ. തികയത്തില്ലല്ലോ ഉസ്താദേ. 2-3 പേപ്പർ എഴുതുമ്പോഴത്തേക്കും തീരുന്നതല്ല നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ, ചെയ്തിട്ടുള്ളതാകുന്ന കാര്യങ്ങൾ. പ്രായപൂർത്തി എത്തിയ തലം മുതലുള്ളതാകുന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും ആ കഫം പുടവയിൽ 3 കഫം പുടവയിൽ പൂർത്തിയാക്കി എഴുതും സയ്യിദുനാ റസൂലുള്ളാഹി. ആ രീതിയിൽ അതിനെ വിശാലമാക്കും. എഴുതി 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 വെക്കും, മൊത്തം എഴുതും. ഒക്കെ അവനെ കൊണ്ട് എഴുതിക്കാണ്. എല്ലാ നന്മകളും എഴുതണം, തിന്മകളും എഴുതണം. നാം ഓരോരുത്തരും നമ്മൾ ഖബറിൽ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ സംഗതിയാണിത്. സയ്യിദുനാ റസൂലുള്ളാഹി ഏതൊക്കെ നന്മകളാണ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ തിന്മകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഒന്ന് ചിന്തിക്കാൻ. അല്ലാഹു നമുക്ക് നന്മകൾ അധികരിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ലെങ്കിൽ വളരെയേറെ കൈകടിക്കേണ്ടി വരും. തിന്മകൾ അധികരിച്ചാൽ എവിടെയാണ്? ഈ നന്മ തിന്മകൾ മുഴുവനും രേഖപ്പെടുത്തിയതാകുന്ന കഫൻ പുടവ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവനും ചുരുട്ടിയിട്ട് അതാണ് അവന്റെ പിരടിയിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അതുമായിട്ടാണ് നാളെ മഹ്ശറയിലേക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ നഗ്നപാതകനായി, ശരീരത്തിൽ നൂലിര പോലും വസ്ത്രമില്ലാതെ വിവസ്ത്രനായി ഓരോ സഹോദര സഹോദരിമാരും
ഈ ഖബറിൽ വെച്ചുകൊണ്ട് എഴുതിയതാകുന്ന കഫൻ പുടവ അവന്റെ ചുമരിൽ അള്ളാഹു ചുരുട്ടി വെച്ചു കൊടുത്തിരിക്കുന്നു. അതുമായിട്ടാണ് മഹ്ശറയിലേക്ക് വരിക. വിശുദ്ധ ഖുർആൻ അതുമായിട്ടാണ് വരിക. ഈ എഴുതിയിട്ടുള്ള എല്ലാ നന്മ തിന്മകളും പരിശുദ്ധ ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ മൂന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോഴേക്ക് ഖബറിൽ നിന്ന് ജനങ്ങൾ മഹ്ശറയിലേക്ക് തെളിക്കപ്പെടുകയാണ്. ജനങ്ങൾ മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. ആരാണടാ ഞങ്ങൾ ഉണക്കിൽ നിന്ന് ഉണർത്തിയത് എന്ന നിലയ്ക്ക് ജനങ്ങൾ ഇതാ മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. യഹ്ശുറുന്നാസു ഹുഫാതൻ ഉറാതൻ ഉറലാ ശരീരത്തിൽ നൂലില പോലും വസ്ത്രമില്ലാത്ത വിവസ്ത്രരായിട്ടായിരിക്കും മഹ്ശറയിലേക്ക് ജനങ്ങളെ തെളിക്കപ്പെടുക. കാലിൽ ഒരു ചെരുപ്പ് പോലുമില്ല, പാദരഹിതരായിട്ടാണ്, ചെരുപ്പില്ലാതരായിട്ടാണ് മഹ്ശറയിലേക്ക് ജനങ്ങൾ കടന്നു വരുക. നഗ്നപാതകരായി, ശരീരത്തിൽ നൂലിന് പോലും വസ്ത്രമില്ലാത്തവരായി മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അവന് ചെയ്തതാകുന്ന സകല നന്മ തിന്മകളും കഫൻ പുടവയിലേക്ക് ഖബറിൽ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാകുന്ന സർവകാര്യങ്ങളും അള്ളാഹു അവന്റെ കഫൻ പുടവയാക്കി അവന്റെ ചുമരിൽ വെച്ച് വെച്ചിരിക്കുകയാണ്. അതുമായിട്ട് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുമത്രേ. അതാണ് അവന് കിതാബായി നൽകപ്പെടുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നമസ്കരിച്ചവൻ, ഈ ദുനിയാവിൽ നോമ്പ് പിടിച്ചവൻ, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തിട്ടുള്ളവൻ, ഈ ദുനിയാവിൽ പാപങ്ങളുടെ കണ്ണീരൊപ്പിയവൻ, ഈ ദുനിയാവിൽ നിരാലംബർക്ക് അവലംബമായവൻ, ഈ ദുനിയാവിൽ നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തവൻ, ഈ ദുനിയാവിൽ ഒരുപാട് പട്ടിണി പാവങ്ങൾക്ക് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കത്തക്ക വിധത്തിൽ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ളതാകുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ അധികരിക്കപ്പെട്ട നിലയ്ക്ക് അവരുടെ വലത് കൈയിലേക്ക് ഏട് നൽകപ്പെടുകയാണ്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂൽ ഹാഉം ഖറഊ കിതാബിയാ ഇന്നി ളനതു അന്നി മുലാഖിൻ ഹിസാബിയാ ഫഹുവ ഫീ ഐശത്തിർ റാദിയാ ഫീ ജന്നത്തിൻ ആലിയാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നന്മ ചെയ്തതാകുന്ന ആളുകൾ അവരുടെ വലത് കൈയിലേക്ക് ഏട് നൽകപ്പെടുകയാണ്. അവരുടനെ തന്നെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുമത്രേ, യാ ലൈതനി, യാ അല്ലാഹുവേ പടച്ച റബ്ബേ, ഹാഉം ഖറഊ കിതാബിയ, ഓടി വരണേ, നിങ്ങൾ എൻ്റെ ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്കണേ കൂട്ടുകാരെ.
ജനങ്ങളെ വിളിച്ചുകൊണ്ട് സന്തോഷം പങ്കിടുന്ന വേളയാണ്. ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയാ, ഞാൻ വിചാരിച്ചു വലിയതാകുന്ന വിചാരണയ്ക്ക് ഞാൻ പാത്രീഭൂതനാകുമെന്ന് വിചാരിച്ചവനാണ്. വലിയ വിചാരണ നേരിടേണ്ടി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചവനായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹം ചെറുതല്ല, ചെറുതല്ല. എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ് കൂട്ടുകാരെ. അതുകൊണ്ട് കടന്നു വരൂ. ഇഖ്റഊ കിതാബിയാ, ഇഖ്റഊ കിതാബിയാ. എന്റെ ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്കണേ, വായിച്ചു നോക്കണേ. ഞാൻ നിസ്കരിച്ചത്, ഞാൻ നോമ്പ് പിടിച്ചത്, ഞാൻ സക്കാത്ത് കൊടുത്തത്, ഞാൻ ഹജ്ജ് ചെയ്തത്, ഞാൻ ഈ ദുനിയാവാകുന്ന കുറഞ്ഞ കാലഘട്ടത്തിൽ ഏതെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ ആ നന്മകളെല്ലാം രേഖപ്പെടുത്തിയതാകുന്ന ഗ്രന്ഥമാ ഇഖ്റഊ കിതാബിയാ. എന്റെ ഈ കിതാബ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഓടിവാ ഓടിവാ എന്ന് പറഞ്ഞവൻ സന്തോഷിക്കും, അവൻ ആനന്ദിക്കും. കാരണം അവന് വലത് കയ്യിൽ കിതാബ് നൽകപ്പെട്ടിരിക്കുകയാണ്. അവൻ ദുനിയാവിൽ സുകൃതം ചെയ്തവനാണ്. അല്ലാഹു ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹു ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹ്. മറ്റൊരു വിഭാഗം ഇടത് കൈയിലേക്ക് കിതാബ് രേഖപ്പെടുത്താം. ഇതേതാണ് ഈ കിതാബ്? കഫം പുടവയിലേക്ക് നന്മത്തിന്മകളെ രേഖപ്പെടുത്തി വെച്ചിരിക്കാൻ, ഇവൻ തന്നെ റെഡിയാക്കി വെച്ചിരിക്കാൻ. അത് വേർതിരിച്ചിട്ട് മലക്കുകൾ കൊടുത്താൽ മതി. അതാണ് ഖുർആൻ പറഞ്ഞത്. വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉലുഖിഹി. അവന്റെ പിരടിയിൽ വെച്ചുകൊണ്ട് നാം കെട്ടിയിരിക്കുന്നതായ അവന്റെ ഗ്രന്ഥത്തെ നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് തുറന്നു കാണിക്കുകയാണ്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അവന്റെ ഇടത് കൈയിലേക്ക് നൽകപ്പെട്ട ഗ്രന്ഥമായി അവന്റെ നെഞ്ച് പിളർന്നുകൊണ്ട് അവന്റെ പിൻഭാഗത്തൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മോശപ്പെട്ട ആളുകൾക്ക്, തിന്മയുടെ ആളുകൾക്ക് കിതാബ് നൽകുക. അവന് നൽകപ്പെടുകയാണ്. അവനോട് പറയുകയാണ് ഇഖ്റ കിതാബക, നിന്റെ കിതാബൊന്ന് വായിക്കണേ, വായിക്കണേ. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. നിന്റെ ശരീരത്തെ വിചാരണ നടത്താൻ ഏറ്റവും നല്ല ദിനമാണിത്. നീ നിന്റെ ഗ്രന്ഥമൊന്ന് വായിക്കണേ എന്ന് അവനോട് പറയപ്പെടുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വായിക്കാൻ കഴിയുമോ? നീചമായ പ്രവർത്തനങ്ങളിലേ ചെയ്തിരിക്കുന്നത്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയാ. ഇടത് കൈയിൽ കിതാബ് നൽകപ്പെട്ടതായ ആളുകൾ അവർ വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ, എനിക്ക് കിതാബ് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹ്, യാ ലൈതനി ലം ഊത കിതാബിയാ. എനിക്ക് കിതാബ് വേണ്ട റബ്ബേ, എനിക്ക് കിതാബ് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. എന്തുകൊണ്ടാണ്? വലം അദിരി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ മാ അഗ്നാ അന്നി മാലിയാ. ഞാൻ എന്റെ ജീവിതം മുഴുവനും അടിച്ചു പൊളിച്ചവനാണ്. ദുനിയാവിലെ സമ്പത്ത് മുഴുവനും ദൂർത്തടിച്ചവനാണ്, ദുർവ്യയം ചെയ്തവനാണ്. മോശപ്പെട്ട ഫിലിമുകൾ കണ്ടുകൊണ്ട് ഞാൻ എന്റെ കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവനാണ്. നാട്ടുകാരെ കൊണ്ട് അനാവശ്യമായ കമന്റുകൾ രേഖപ്പെടുത്തക്ക വിധത്തിൽ എന്റെ സമ്പത്ത് ഞാൻ ദൂർത്തടിച്ചവനാണ്. കല്യാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ ദൂർത്തടിച്ചവനാണ്. എത്രയോ പേക്കൂത്തുകൾ ഞാൻ കാണിച്ചവനാണ്. അല്ലാഹ്,
പുതിയാപ്പള കടന്നു വരുന്ന രീതിയിൽ എത്ര മോശമാകുന്ന രീതിയിലുള്ള നാട്ടുകാരെ മുഴുവനും പറയിപ്പിക്കക്ക വിധത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തവനാണ്. അല്ലാഹ് ഹലകന്നി സുൽത്താനിയാ, ഇന്ന് എന്റെ അധികാരം മുഴുവനും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന റബ്ബേ, മാ അഗ്നാ അന്നീ മാലിയാ, എന്റെ സമ്പത്ത് എനിക്ക് ഐശ്വര്യമാക്കുന്നില്ല അല്ലാഹ്. ദുനിയാവിൽ ഞാൻ സമ്പത്ത് കൊണ്ട് ആളുകൾക്ക് വില പറഞ്ഞവനാണ്. ദുനിയാവിൽ ഞാൻ ഒരുപാട് മോശമായ രീതിയിൽ എന്റെ സമ്പത്ത് ദൂർത്തടിച്ച് ചെലവഴിച്ചവനാണ്. എന്റെ നാട്ടുകാർക്ക് പേരുദോഷം വരത്തക്ക വിധത്തിൽ വരെ മോശമായ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയവനാണ്. താഴ്ന്ന ജാതിക്കാരെ അവഹേളിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവനാണ് അല്ലാഹ്. മോശമായ രീതിയിൽ കല്യാണത്തിന്റെ പേക്കൂത്തുകൾ ഞാൻ കാണിച്ചുകൊണ്ട് നടന്നവനാണ് അല്ലാഹ്. ഹലകന്നി സുൽത്താനിയാ, ഇന്ന് എന്റെ അധികാരം മുഴുവനും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി റബ്ബേ, എല്ലാം ഇല്ലാതായി പോയ അല്ലാഹ്. എനിക്കെന്റെ ഹിസാബൊന്ന് കഴിഞ്ഞു കടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുകയാണ്. എനിക്ക് ഈ കിതാബ് വേണ്ട, എനിക്ക് ഈ കിതാബ് വേണ്ട. ഇടത് കൈയിലേക്ക് കിതാബ് നൽകപ്പെട്ടവൻ അവന്റെ ഏടുകൾ വായിച്ചു നോക്കുമ്പോ അവൻ ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങൾ വ്യക്തമായി കാണുകയാണ്. അവൻ കള്ളു കുടിച്ചത് കാണുകയാണ്, അവൻ വിചരിച്ചത് കാണുകയാണ്, അവന് സിനിമ കണ്ടത് കാണുകയാണ്, അവന് സീരിയൽ ദർശിച്ചത് കാണുകയാണ്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയത് കാണുകയാണ്, തന്റെ കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് മോശമായ രീതിയിൽ സമ്പത്ത് ചെലവഴിച്ചത് കാണുകയാണ്, അന്യ പെണ്ണുമായി സംസാരിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയത്, സൊറ പറഞ്ഞുകൊണ്ട് കായലിലും കരണിയും ഒക്കെ സമയങ്ങൾ ചെലവഴിച്ചതെല്ലാം അവൻ നേർക്ക് നേരെ കാണുകയാണ്, അവന്റെ ഗ്രന്ഥത്തിലൂടെ വായിക്കുകയാണ്. ആ സമയത്ത് അവൻ വിളിച്ചു പറയുന്നു, മാ അഗ്നാ അന്നീ മാലിയാ, സമ്പത്ത് കൊടുത്തുകൊണ്ട് നേടാൻ ഈ ആഖിറം എനിക്ക് സാധ്യമല്ലല്ലോ റബ്ബേ, നിന്നെ വിലക്കെടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അല്ലാഹ്. ദുനിയാവ് വിലക്കെടുത്തവനാണ്, ഈ ആഖിറം വിലക്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ റബ്ബേ. അവനവന്റെ ഏട് വായിച്ചുകൊണ്ട് ഖേദിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഏതാണ് ഈ ഏട്? ഇത് ഖബറിൽ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതാകുന്ന കാര്യമാണ്. നന്മ തിന്മകൾ അവിടെ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതാണ്, ദുനിയാവിൽ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതാണ്. ആലമുൽ ബർസഖാകുന്ന ഖബർ എന്ന ലോകത്ത് വെച്ചുകൊണ്ട് അവൻ രേഖപ്പെടുത്തിയതാണ്. ദുനിയാവിൽ ചെയ്ത എല്ലാ നീച പ്രവർത്തനങ്ങളും ഉണ്ട്, എല്ലാ നീച പ്രവർത്തനങ്ങളും ഉണ്ട്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. നീചമായ പ്രവർത്തനങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. തെറ്റ് ചെയ്തവൻ നരകത്തിൽ, നന്മ പ്രവർത്തിച്ചവനെ സ്വർഗത്തിലുള്ളൂ. അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അല്ലാഹു ഈ ദുനിയാവിൽ നൽകിയിരിക്കുന്നത്. കുറഞ്ഞ കാലഘട്ടം, വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമാണല്ലോ. നല്ലത് ചെയ്യൽ, നല്ലത് ചെയ്യൽ. അതിനുള്ള അവസരങ്ങൾ ഇതാ നിന്റെ മുന്നിലുണ്ട്. ഇനി കുറഞ്ഞ ആയുസേ ഉള്ളൂ. 30, 40, 50, 60, 70 വയസ്സൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി മരണത്തിലേക്കുള്ള ദൂരം എത്രയാണ്? വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ്. നിന്റെ അടുക്കൽ എല്ലാ ദിവസവും വന്നുകൊണ്ട് നിന്നോട് പറയുന്നത് പോലെ നീ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോ ആ ഖബർ നിന്നോട് സംസാരിക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. നീ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ഓരോ ദിവസവും നിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്. നീ കേൾക്കുന്നില്ല, കേൾക്കാനുള്ള കാത് നിനക്ക് അല്ലാഹു നൽകിയിട്ടില്ല. നീ പലതും അറിയുന്നില്ല. ഇവിടെ മരിച്ചിട്ട് മരണപ്പെട്ടിട്ട് നിന്റെ വാപ്പയും ഉമ്മയും ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ജനാസ വിളിച്ചു പറയുന്നുണ്ട്, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തവരാടിയെങ്കിൽ എന്നെ ഒന്ന് പിന്തിക്കണേ എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്നില്ല, ചുമക്കുന്നു നമ്മൾ. കാരണം ഖബറിലെ ശിക്ഷകളും നരകീയ ശിക്ഷകളും ഒക്കെ വ്യക്തമായി ബോധ്യമുള്ളവർ വിളിച്ചു പറയുന്നുണ്ട് കൊണ്ടുപോകുന്നവരോട്, എന്നെ ഒന്ന് പിന്തിക്കണേ, അഖ്റൂനി അഖ്റൂനി, എന്നെ ഒന്ന് പിന്തിക്കണേ എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, ഈ ചുമക്കുന്ന ഒരൊറ്റ ഒരാളും അത് കേൾക്കുന്നില്ല. വലൗ സമിഅൽ ഇൻസാനു ലസഇഖ, മനുഷ്യരെങ്ങാനും അത് കേട്ടിരുന്നെങ്കിൽ അവർ ബോധം പോയേനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ അറിയുന്നില്ല.
വാപ്പയും ഉമ്മയും സാലിഹീങ്ങളാകുന്ന വ്യക്തികൾ അവർ വിളിച്ചു പറയുന്നുണ്ട്, മക്കളെ എന്നെ വേഗം കൊണ്ടുപോയിക്കോ. കാരണം ഖബറിലുള്ളതാകുന്ന ആസ്വാദനങ്ങൾ ജീവിതത്തിൽ അവർ നിസ്കരിച്ചതുകൊണ്ടും നോമ്പ് പിടിച്ചതുകൊണ്ടും സക്കാത്ത് കൊടുത്തതുകൊണ്ടും ഹജ്ജ് ചെയ്തുകൊണ്ടും മഹാന്മാരെ ആദരിച്ചതുകൊണ്ടും ഔലിയാക്കളെ സ്നേഹിച്ചതുകൊണ്ടും ദീനനുസരിച്ചുകൊണ്ട് ജീവിതം നയിച്ചതുകൊണ്ടും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചതുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംവിധാനിക്കുന്ന മനോഹരമാകുന്ന ഖബറിന്റെ ജീവിതത്തിലുള്ള ആസ്വാദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വാലിഹീങ്ങളാകുന്ന ആളുകളുടെ ജനാസകൾ നമ്മളോട് പറയുന്നുണ്ട്, ഖദ്ദിമോനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാനുള്ള കാത് നമുക്കില്ലാതെ പോയി. നബിതങ്ങൾ പറഞ്ഞു, അത് കേട്ടിരുന്നെങ്കിൽ മനുഷ്യർ ബോധം കെട്ട് വീണേനെ സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം മയ്യത്ത് കട്ടിൽ നമ്മളോട് വിളിച്ചു പറയാൻ, മരിച്ച ആളുകൾ വിളിച്ചു പറയാൻ നബിതങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരുപാട് കാണാനും കേൾക്കാനും കിടക്കുന്നു. പക്ഷെ ഇതൊക്കെ നേരിട്ട് കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് മരണത്തോടുകൂടി എത്തിപ്പെടുമെന്നാണ്. മരണത്തോടുകൂടി നമ്മുടെ കാതിന്, നമ്മുടെ കണ്ണിനൊക്കെ മൂർച്ച കൂടും. കാഴ്ചക്ക് അതിരുകളില്ല, നല്ല കാഴ്ച കൂടും. കേൾവിക്ക് അതിരില്ല, നല്ലതുപോലെ കേൾവി കൂടും. അതുകൊണ്ടാണല്ലോ മരണപ്പെട്ടവരുടെ അടുക്കൽ വന്നുകൊണ്ട് നിങ്ങൾ അസ്സലാമു അലൈക്കും പറയുന്നത് മാത്രമല്ല, നിന്റെ ചെരുപ്പിൻ്റെതാകുന്ന വാറിന്റെ ശബ്ദം വരെ അവർ കേൾക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. മരണപ്പെട്ടവന്റെ അടുത്തൂടെ നടക്കുന്ന നടത്തത്തിന്റെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം വരെ കേൾക്കും. ഓരോ ചവിട്ടടി ഇന്ന ആളാണ് എന്ന് മനസ്സിലാക്കും. മകൻ വന്നിട്ടുണ്ട്, കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, സഹോദരൻ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും ഖബറാളി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച ദിവസം വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിങ്കൽ പോയി നമ്മൾ അസ്സലാമു അലൈക്കും പറയണം, സിയാറത്ത് ചെയ്യണം. ജുമാ കഴിഞ്ഞിട്ട് ചാടി ഇറങ്ങി ഓടുന്നതിലല്ല കാര്യം. വെള്ളിയാഴ്ച ദിവസം വന്നുകൊണ്ട് വാപ്പയുടെ ഉമ്മയുടെ അടുക്കൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്യണം. വലിയ പുണ്യമാണ്, അവരുടെ പൊരുത്തം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബർ അവനോട് പറയുമത്രേ, അന ബൈത്തുത്തൂത് വഅന ബൈത്തുൽ വഹ്ശാ വഅന ബൈത്തുൽ ഗർബാ മാ ഗറക ബി യബ്ന ആദം. ആദമിന്റെ പൊന്നുമോനെ, എന്നെ കൊണ്ട് വഞ്ചിതനായത് എന്തുകൊണ്ടാണ്? നീ എന്തേ എന്നെ കുറിച്ച് നീ ചിന്തിക്കാതെ പോകുന്നത്? എന്നെ കുറിച്ച് ചിന്തിക്കാതെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചുകൊണ്ട് ജീവിക്കുവായിരുന്നല്ലോ, നമസ്കരിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നല്ലോ. പ്രവാസ ലോകത്ത് നീ വർഷങ്ങളോളം കഴിയുമ്പോഴും നീ എന്തേ മരിക്കുമെന്നുള്ള ബോധമില്ലാതെ പോയത്? നിന്റെ വാപ്പയുടെ ജനാസ നീ കൊണ്ടുവന്ന പള്ളിക്കാട്ടിലേക്ക് കടക്കുമ്പോഴും നീ എന്തേ എന്നെ കുറിച്ച് ചിന്തിക്കാതെ പോയത്? ഖബറിലേക്ക് പോയി കടക്കുമ്പോ ആ ഖബർ നിന്നോട് സംസാരിക്കുന്ന ഭാഷയാണിതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, മാ ഗറക ബി മാ ഗറക ബി, എന്തേ എന്നെ കുറിച്ച് നീ വഞ്ചിതനായി പോയത്? അന ബൈത്തുത്തൂത്, ഞാൻ പുഴുക്കളുടെ ഭവനമാണ്, പുഴുക്കളുടെ ഗേഹമാണ്, ഗേഹമാണ്. വഅന ബൈത്തുൽ ഗർബാ വഅന ബൈത്തുൽ വഹ്ശാ, ഒറ്റപ്പെടലിന്റെ ഗേഹമാണ്, ഒറ്റയ്ക്ക് വന്ന് കിടക്കേണ്ട വീടാണ്, വീടാണ്. വഅന ബൈത്തുൽ ഉൽമാ, ഞാൻ ഇരുളിന്റെ ഭവനമാണ്, ഇരുട്ടിന്റെ തടവറയാണ്, തടവറയാണ്. എന്നെ കുറിച്ച് ചിന്തിക്കാതെ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ജീവിച്ചതാണോ? അമാ ഗറക ബി, എന്നെ കുറിച്ച് നീ വഞ്ചിതനായി പോയത് എന്തുകൊണ്ടാണ്? എന്നെ ശ്രദ്ധിക്കാതെ പോയത് എന്താണ്? എന്താ ശ്രദ്ധിക്കാതെ പോയത്?
ഖബറാകുന്ന എന്നെ കുറിച്ച് നീ ചിന്തിക്കാതെ പോയതെന്താ? നീ വഞ്ചിതനായി പോയല്ലോ. ഈ ദുനിയാവിൽ നീ അടിച്ചു പിടിച്ച് നടക്കുകയായിരുന്നല്ലോ. ഈ ഖബറാകുന്ന എന്നെ കുറിച്ച് നീ ചിന്തിക്കാതിരുന്നത് എന്താ? ഞാൻ പുഴുക്കളുടെ ഭവനമാണ്, ഞാൻ ഇരുട്ടിന്റെ തടവറയാണ് എന്ന് പറഞ്ഞ് അവനെ വരവേൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖബർ നമ്മളോട് സംസാരിക്കും. ഖബറിൽ നടക്കുന്ന രണ്ടാമത്തെ പ്രതിഭാസമാണ്. ഖബർ നമ്മളോട് സംസാരിക്കും. മനസ്സിലാക്കണം നമ്മൾ. എന്തായിരിക്കും ആ ഒരു സമയത്ത് നമ്മുടെ ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ ദുനിയാവാകുന്ന ലോകത്ത് എത്ര ലൈറ്റുകളാണ് ഇവിടെ ഉള്ളത് നോക്കിയൊന്ന്. നമ്മൾ വരുന്ന വഴിയിൽ ഓരോ ഉടുവഴികളിലും ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? എത്ര ലൈറ്റുകളാണ് വെച്ചിരിക്കുന്നത്. എന്തിനാണ്? ഒരു ഇഴജന്തുക്കൾ വന്നുപോലും നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ. വളരെ സൗകര്യപ്രദമായ നിലയ്ക്ക് നമുക്ക് വഴിതെളിച്ച് മഖാമിലേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യം. രാത്രിയിൽ എത്ര വൈകിയാണെങ്കിലും വീട്ടിലേക്ക് പോകാനുള്ള സൗകര്യം. ഒരു ലൈറ്റ് പോലും കെടുന്നില്ല. എവിടെയെങ്കിലും കെട്ടാൻ സംഘാടകർ അറിയിച്ചാൽ മതി, അപ്പൊ തന്നെ ആളവിടെ വന്ന് കറക്റ്റായിട്ട് ആ ട്യൂബ് ഫിറ്റ് ചെയ്യും. എല്ലാം റെഡിയാക്കി തരുന്നു. നമ്മുടെ വീട്ടിൽ ഒരു ലൈറ്റ് എവിടെയെങ്കിലും പോയാൽ നമ്മൾ ഉടനെ തന്നെ അത് ശരിയാക്കുന്നു. പക്ഷെ ഖബറാകുന്ന ഇരുട്ടിന് വേണ്ടി നമ്മൾ എന്ത് തയ്യാറെടുത്തിട്ടുണ്ട്? അവിടെ വേണ്ടി എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ? അത് ചിന്തിക്കാത്തത് എന്താ? നമ്മളൊന്ന് ഖബറിനെ പ്രതി ഒന്ന് ഓർക്കാത്തത് എന്താ? നമ്മളവിടെ പോകുമെന്നുള്ള ചിന്തയില്ലാതായി പോയത് എന്തുകൊണ്ടാണ്? അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എന്തു പറ്റിപ്പോയി നമുക്ക്? എല്ലാവരും ബക്കറ്റ് വരുമെന്ന് കാര്യക്ഷമാക്കി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചൊരിയട്ടെ. വേണ്ടേ ബർക്കത്ത്? ആമീൻ പറയ്. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആഫിയത്ത് അള്ളാഹു നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല പറ്റിയ ഒരു പയ്യനെ നിർത്തിയിരിക്കുന്നു. നല്ല കുലുക്കുന്നുണ്ട്. അങ്ങനെ വേണം. കുലുക്ക് കേട്ടാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? ഇട്ടുപോകും. ഇവിടുത്തെ അല്ല, ഇവിടുത്തെ അല്ല, വേറെ. വേറെ പിരിവാണ്. അത് ശരി. ഇതിനിടയിൽ കൂടെ ഉള്ള പരിപാടി. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. എന്തായാലും നിങ്ങൾ നമ്മുടെ മുന്നിൽ ചോദിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണ്ട? കൊടുക്കാതിരിക്കണ്ട. എന്തെങ്കിലും കൊണ്ടുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കണേ. അത് നീട്ടുന്നില്ല. 12 മണിയാകുമ്പോൾ നമുക്ക് പിരിയാം. ഒരു 20 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക. വേഗം കഴിയും. ദ്വാരൊന്ന് പിരിയും. ആ ഖബറാകുന്ന ഇരുട്ടിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കണേ. അതിനുവേണ്ടി ഒരു അമൽ പറഞ്ഞുതരാം. ഒരു അമൽ ഖബർ പ്രകാശമാക്കാൻ. ഒരു അമൽ ഇവിടെ ശ്രദ്ധിക്കണേ. ഒരു അമൽ എന്താണത്? ഖുർആൻ ഓതലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഔസിനി എനിക്കൊരു ഉപദേശം നൽകണേ റസൂലേ, എനിക്കൊരു നിർദ്ദേശം നൽകണേ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ അല്ലാഹുവിന്റെ റസൂൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അത്രേ, അലൈക ബിത്തിലാവത്തിൽ ഖുർആൻ, അലൈക ബിത്തിലാവത്തിൽ ഖുർആൻ, നീ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം അബൂദറേ. ഫഇന്നഹാ ظخر لك في الآخرة ونور لك في القبر.
നിനക്ക് 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിൽ പ്രകാശമാണ്, പ്രകാശമാണ് നീ ഓതുന്ന ഖുർആൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വദുഖുറുൽ ലക ഫിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള സൂക്ഷിപ്പ് സ്വത്താണതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറുൽ ലക ഫിൽ ഖബർ, ഖബറിൽ നിനക്ക് പ്രകാശമാണ്. ഏത്? ഖുർആൻ ഓതൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എനിക്കൊരു വസിയത്ത് നൽകണേ, ഉപദേശം നൽകണേ എന്ന് പറഞ്ഞപ്പോൾ നബി കൊടുത്ത ഉപദേശമാണ് എന്ത് ചെയ്തോ? ഖുർആൻ ഓദിക്കോ. ആരോടാ പറയുന്നത്? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്. ഓതാത്ത ആളല്ല, ഓതുന്ന ആളാ. പിന്നെന്തിനാ അദ്ദേഹത്തോട് പറഞ്ഞത്? ഇത് നമ്മളോട് പറഞ്ഞതാണ്. ഈ ഹദീസ് ഈ ഉമ്മത്ത് പഠിക്കുമ്പോൾ ഉമ്മത്ത് ഓതണം, അതിനു വേണ്ടിയാണ്. നമ്മൾ ഖുർആൻ ഓതുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖത്മുകൾ പൂർത്തീകരിക്കുന്നവരാണ്. ഓരോരുത്തരും ചിന്തിക്കുക, അവരവരുടെ ആയുസിന്റെ എണ്ണം കണ്ടുകൊണ്ട് ഖത്മു പൂർത്തീകരിച്ചവർ എത്ര പേരുണ്ട്? 30, 40, 50, 60, 70 വയസ്സൊക്കെ എത്തിയവരില്ലേ? നമ്മുടെ ബക്കറ്റ് ഇറങ്ങിയോ? വേഗം പോയി. ഓൾറെഡി കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോയി. കുലുക്കം കേടുക വേണ്ട. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓന്റെ വലിപ്പത്തിലുള്ള ഒരു ബക്കറ്റാണ്. ഇനി അടുത്ത ബക്കറ്റ്. അള്ളാഹു നമ്മുടെ എല്ലാവർക്കും സദക്ക ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സദക്കകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ആഫിയത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയിൽ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിച്ച് നൽകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മേവരെയും കാത്തി സംരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയും കുടുംബത്തെയും എല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്തുണ്ട് ബക്കറ്റ് വരും. എല്ലാവരും ഒന്ന് കാര്യക്ഷമമാക്കി. ഇവിടെ നടന്നെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നടക്കുന്നുണ്ട്. അപ്പൊ ഖുർആൻ ഓതൽ, അതിലൂടെ ഖബർ ജീവിതത്തിൽ നല്ല പ്രകാശം ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ലതുപോലെ ഖുർആൻ ഓതാൻ, ഖുർആൻ ഖത്മുകൾ പൂർത്തീകരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ അങ്ങനെ കൃത്യമായി ഓതുന്നവരുണ്ട്. മുടങ്ങാതെ ഓതുന്ന എത്രയോ ആളുകളുണ്ട്. രാവിലെ നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർ ധാരാളമുണ്ട്. ഞാനിപ്പോ ഈ മാണിക്കോത്ത് നാസർ എന്ന് പറയുന്ന സഹോദരന്റെ അളിയൻ ഷരീഫ് സാഹിബിന്റെ വീട്ടിലായിരുന്നു ഇന്നലെ രാത്രിയിൽ. കണ്ണൂരിൽ നിന്ന് വാഴ്ന്നു വന്നിട്ട് അല്പനേരം വിശ്രമിച്ചത് രാത്രി. അവിടെ എല്ലാ പ്രാവശ്യവും വന്ന് പലപ്പോഴായിട്ട് വാഴ്ന്നു വരുമ്പോഴും കിടക്കുന്ന ഒരു വീടാണ്. അല്ലാഹു അവർക്ക് ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. രാവിലെ സുബഹിക്ക് ഒരു 3:30-4 മണിയാവുമ്പോൾ താഴെ ഭാഗത്ത് നല്ല ഓതല് കേൾക്കാം. അദ്ദേഹവും ഭാര്യയും കൂടി മത്സരിച്ചുകൊണ്ട് ഖുർആൻ നല്ല ശബ്ദത്തിൽ ഓതുക. നല്ലതുപോലെ ഖുർആൻ പാരായണം ചെയ്യുക. ഇതെവിടെ? അമേരിക്കയിലെ കഥയല്ലേ പറഞ്ഞു, ഇവിടെ തൊട്ടപ്പുറത്ത് മാണിക്കോത്തെ കഥയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഞാൻ മാവില്ലാക്കടപ്പുറത്ത് പോയിട്ട് ഒരു 4 ദിവസത്തെ വാഴ്, ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. അതെൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. ഞാനൊരു 3 ദിവസം ഒരു വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചത്. ആ 3 ദിവസവും ഇതുപോലെ തന്നെ രാത്രി 1 മണി 1:30 ആവുമ്പോൾ എന്നോടൊപ്പം വന്നിട്ടാണ് ആ വീട്ടുകാരും വിശ്രമിക്കുക. പക്ഷെ 3 മണിയാവുമ്പോഴേ അവർ ഓതൽ തുടങ്ങും, ഭാര്യയും ഭർത്താവും. രാത്രിയിൽ ഇങ്ങനെ സുദീർഘമായി ഖുർആൻ ഓതും. നമ്മൾ ഓതും. ഏതാ ഓതുന്നതെന്ന് വെച്ചാൽ അത് നോക്കണമെന്നുള്ളൂ, ഖുർആനല്ലെന്നുള്ളൂ. വേറെ കുറെ വാട്സാപ്പ് ഓതും, മറ്റുള്ളതൊക്കെ എല്ലാം ഓതും. 3 മണി വരെ ഓതും, 4 മണി വരെ ഓതുന്നവരുണ്ട്. അതൊക്കെ ഫേസ്ബുക്ക് നോക്കും, വാട്സാപ്പ് നോക്കും. എന്നിട്ട് പിന്നെ ഒരു ഉറക്കമാണ്. അല്ലാഹ്, പിന്നെ എഴുന്നേക്കുന്നത് ഒരു 9 മണിയാകുമ്പോഴേ. രാവിലെ ചോറ് എത്തിയെന്ന് വെക്കുമ്പോൾ അത് കറാഹത്തായിട്ട് എഴുന്നേക്കും. അപ്പോഴാണ് സുബഹി നിസ്കരിക്കുന്നത്. നിസ്കരിച്ചെങ്കിൽ അതുവരെ എന്താണ് പരിപാടി? ആരാണ് ഖുർആൻ ഓതുന്നവർ? ശരിക്കും സത്യം പറഞ്ഞ ഒന്ന് ചിന്തിച്ചു നോക്കി.
ഒരു ഫാത്തിഹ വിളിക്കുമ്പോൾ മാത്രം ഒരു ഫാത്തിഹ ഓതും മഹാന്മാരുടെ പേര്. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എത്ര ഫാത്തിഹ ഓതുന്നവരുണ്ട്, എത്ര യാസീൻ ഓതുന്നവരുണ്ട്. ഞാനിത് പറഞ്ഞതെന്തിനാ, അങ്ങനെ ഓതുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തന്നെ ഉണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും ഉണ്ടാവും അത്തരത്തിലുള്ള ഉമ്മമാരും പ്രായം ചെന്ന ഉപ്പമാരും ഒക്കെ. അള്ളാഹു അവർക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ, ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവരുള്ളത് കൊണ്ടാണ് ഈ നാടിനൊരു ആത്മീയത ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരു ആത്മീയതയും ഈ ലോകത്തില്ല. നമുക്ക് ഇന്ന് നിൽക്കുന്ന ഈ നിസ്കാരവും ഇബാദത്തും ഈ തഖ്വയും ഒക്കെ അവരിലൂടെ കൈമാറി നൽകിയിരിക്കുന്നതാണ്. അവരസ്തമിച്ചാൽ എല്ലാം അസ്തമിച്ചു. നമ്മുടെ സമ്പത്തിന്റെ സ്രോതസ്സൊക്കെ അസ്തമിച്ചു. ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവരവർക്കൊക്കെ സാക്ഷ്യപ്പെടുത്താൻ കഴിയും ഒരു 30 കൊല്ലം കൊണ്ടുണ്ടായ സമ്പത്തെ നമ്മുടെ നാട്ടിലുള്ളൂ. 30 കൊല്ലം മുമ്പ് 3 0 വരയ്ക്കേണ്ടി വരും. 000 ആണ്, ഒന്നുമില്ലായിരുന്നു. നമ്മുടെ ഈ കാസർഗോഡ് പട്ടണം മൊത്തത്തിലൊന്ന് എടുത്തു നോക്കിയാൽ മതി. 2 നില വീടുള്ള വീടുകൾ വളരെ കുറവായിരുന്നു. 30 കൊല്ലങ്ങൾക്ക് ഇപ്പുറമാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും, അല്ലേ? അപ്പൊ റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നവരായിട്ട് നമ്മൾ നിലകൊള്ളണം. അടുത്ത തലമുറ നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് വെച്ചുകൊണ്ട് അവന്റെ മുന്നിൽ അഹങ്കാരം വെച്ചാൽ തീർച്ചയായും റബ്ബ് ഇതെല്ലാം തകർത്ത് കളയും. കഴിഞ്ഞ ഒരു 5 കൊല്ലം ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ കല്യാണത്തിന്റെ പേക്കൂത്തുകളുടെ പേരിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജില്ലയാണ്. എന്താ അങ്ങനെ? പ്രഭാഷകർ കുറ്റം പറയല്ലല്ലോ, അങ്ങനെ ആയിപ്പോവാൻ. സമ്പത്തിന്റെ ആധിക്യം കൊണ്ട് ജനങ്ങൾ മോശമായ രീതിയിലേക്ക് പോവാൻ. കല്യാണത്തിന്റെ പേക്കൂത്തുകൾ എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ നടമാടുന്നത് നമ്മുടെ ജില്ലയിലാണ്. ബാക്കിയൊക്കെ ഓക്കെ. ആ ഒരു വിഷയം വരുമ്പോഴത്തേക്കും വിവരമില്ലാത്തോണ്ടൊന്നുമല്ല. ചിലർ പറയും വിവരമില്ലാത്തോണ്ടൊന്നുമല്ല, നല്ല അടിപൊളി വിവരമുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്നും അറിയാം, ഇത് പാടില്ലാത്തതാണെന്നും അറിയാം, ഇത് ദീനിൽ അടിസ്ഥാനമില്ലാത്തതാണെന്ന് അറിയാം, ഇത് ഈ ചെയ്യുന്നത് ഇന്ന വിഭാഗക്കാരെ ഇന്ന ജാതിക്കാരെ താഴ്ത്തിക്കെട്ടലാണെന്നൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഈ ചെയ്യുന്നത്. അല്ലാതെ വിവരമില്ലാത്തതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുകയാണെന്നൊന്നുമല്ല. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടൊരു പൊതുമാപ്പ്, അങ്ങനെയാണ് ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ. പക്ഷെ ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരണ്ടേ? ഈ മാപ്പ് പറയുന്നത് 4, 3, 7 പേരെ കേൾക്കുന്നുള്ളൂ. ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇലാ യൗമുൽ ഖിയാമ വാട്സാപ്പിലും ഫേസ്ബുക്കിലും അപ്ലോഡായിട്ട് ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമൂഹത്തെയും ഈ നാട്ടുകാരെയും ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് കാരണക്കാർ? എന്തേ ചെറുപ്പക്കാർക്ക് ഇത്രയേറെ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഒരു കല്യാണം വരുമ്പോൾ എന്തിനാണ് ഇത്രയേറെ ഡ്രസ് കോഡുകൾ? എന്തിനാണ് ഇത്രയേറെ ഡ്രസ്? കല്യാണത്തിന്റെ തലേന്ന് 3-4 ദിവസം മുമ്പേ തുടങ്ങാൻ. ഞാൻ ഈ അടുത്ത് ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരെ സാമ്പത്തിക ശേഷി ഇല്ലാത്തതാകുന്ന ഒരു കുടുംബത്തിന് ആരോരും അറിയാതെ രഹസ്യമായ സമ്പത്ത് കൊടുത്ത് ആ വീട്ടിൽ വരെ വിവാഹത്തിന് വേണ്ടി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവിടെ വരെ അതിന്റെ തലേ ദിവസം പല രീതിയിലുള്ളതാകുന്ന മോശമായ പാട്ടും കൂത്തും നടന്നു എന്നാണ്. തീരെ സമ്പത്തില്ല, ഒരു വിധത്തിലെ കല്യാണം നടക്കുന്നത്. പെണ്ണിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു കൊടുത്ത് വസ്ത്രവും ഒക്കെ ഒപ്പിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന വീട്ടിൽ പോലും തീരെ ഒന്നുമില്ലാത്ത ദാരിദ്ര്യ രേഖയിൽ താഴെ നിൽക്കുന്ന ആളുകൾ വരെ തലേ ദിവസം അതിന്റെ 3 ദിവസം മുമ്പ് ഹൽദി കല്യാണം, മഞ്ഞ കല്യാണം തുടങ്ങിയിട്ടുള്ള പരിപാടികളായിട്ട് മുന്നിട്ടിറങ്ങാം. എല്ലാവരും ഒരേ ഡ്രസ്സ്, മഞ്ഞൾ തേച്ച് നിൽക്കുക. ഇതൊക്കെ അന്യ സമുദായത്തിൽ നിന്ന് കടമെടുത്താണ്. അന്യ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ സ്ത്രീകളെയൊക്കെ നേരത്തെ മഞ്ഞൾ തേച്ച് കുളിപ്പിച്ച് ഇറക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഉടലെടുത്ത ഈ പരിപാടിയാണ് ഈ മഞ്ഞൾ അഥവാ മഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് താത്താമാരെല്ലാം അവിടെ കാര്യമായിട്ട് നിൽക്കുകയാണ്. എന്താണ്? മഞ്ഞളില്ല മോന്തയ്ക്ക്, അതിന് പകരം മഞ്ഞ വസ്ത്രം ധരിച്ച് തലയ്ക്കകത്ത് മഞ്ഞയാണെന്നുള്ളത് പുറത്തറിയിക്കുക. അതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ സമൂഹം എവിടെ എത്തിച്ചേരുന്നു? ഒരു കല്യാണത്തിന് വേണ്ടി, ഒരു സുന്നത്തായ കർമ്മത്തിന് വേണ്ടി ചെയ്യുന്നതാകുന്ന അക്രമങ്ങൾ എത്രയാണ്? പാട്ടും കുത്തും മേളവളും മോശപ്പെട്ട വസ്ത്രവിധാനങ്ങളും സമ്പത്ത് ആവശ്യമില്ലാതെ ദൂർത്തടിക്കുന്നതും പുതിയാപ്പിളയെ കൊണ്ടുവന്ന് വരവേൽക്കുന്നതും മണിയറ കയ്യേറുന്നതും
ഇതൊക്കെ പറയാനാണെങ്കിൽ എത്ര മോശപ്പെട്ട ആചാരങ്ങളാണ്. ഇത് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിൽ ആവർത്തിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിന് വല്ലാത്ത വിഷമം വരും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ശാഠ്യം പിടിച്ച് ഈ വിഷയത്തിൽ പറയാത്തത്. കാരണം നമ്മളല്ല കുറ്റക്കാർ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം, അടുത്ത തലമുറ, നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ, ഓൺലൈനിൽ വീക്ഷിക്കുന്നവർ ഒക്കെ വളരെയേറെ ശ്രദ്ധിക്കണം. അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറക്കരുത്. ഞാനതാ പറഞ്ഞത്, 30 കൊല്ലം മുമ്പ് നമ്മൾ ഒന്നുമല്ല. അള്ളാഹു 30 കൊല്ലങ്ങൾക്ക് ഇപ്പുറം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എടുത്തു കളയാനും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന വിശ്വാസം നമുക്കുണ്ടാവണം. ഒരൊറ്റ സെക്കൻഡ് മതി. 5000-ഓളം വരുന്ന ജനവിഭാഗമായിരുന്നു സമൂദ് ഗോത്രക്കാർ. ആ ഗോത്രക്കാരെ മുഴുവനും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് ആ ഗോത്രത്തിൽപ്പെട്ടതാകുന്ന ഒരൊറ്റ വ്യക്തി സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തതിന്റെ പേരിലാണ്. ഖുദാർ ഇബ്നു സാലിഫ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ, അദ്ദേഹം ചെയ്ത നീചപ്രവർത്തനത്തിന്റെ മേലിൽ 5000-ഓളം വരുന്നതാകുന്ന ആ ഒരു ഗോത്രത്തെ അള്ളാഹു പരിപൂർണമായി ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു. സാധേ ഇത് അവിടെയാണ്, ഞങ്ങളുടെ നാട്ടിലല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നതിൽ അർത്ഥമില്ല എന്നർത്ഥം. നമ്മളൊക്കെ പ്രതികരിക്കാൻ ശേഷിയുള്ളവരാവണം. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ സിന്ദാബാദ് വിളിക്കലല്ല. ഇത്തരത്തിലുള്ളതാകുന്ന ദുരാചാരങ്ങൾ ഒന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുന്നവർ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉള്ളവർ അതനുസരിച്ച് കൊണ്ട് എതിർക്കുന്നവർ, ഇല്ലെങ്കിൽ മഹല്ലിന്റെ നേതൃത്വത്തോട് ഉണർത്തിയിട്ട് ആ രീതിയിൽ എതിർക്കുന്നവർ, ഇങ്ങനെയൊക്കെ ആത്മീയപരമായിട്ടുള്ളതാകുന്ന എതിർപ്പുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, അനിവാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ മക്കളും നാളെ ഇത് കാണിക്കുമ്പോൾ പ്രായം ചെന്ന വാപ്പയും ഉമ്മയും, നിസ്കാരത്തഴമുള്ളതാകുന്ന വാപ്പയും, വീടിനകത്ത് ഇബാദത്തെടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയും ഒക്കെ ഇത് കണ്ടുകൊണ്ട് അനങ്ങാതിരിക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയാണ് സമൂഹത്തിന്റെ പോക്ക്. അതുകൊണ്ട് നമ്മൾ നാളത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളെന്ന് പറയുന്നത് മുഅ്മിനീങ്ങളാണ്. മരണമുണ്ട് എന്ന് ഉറച്ച വിശ്വാസമുള്ളവർക്കാണ് മുഅ്മിൻ എന്ന് പറയാം, അല്ലേ? ഖബർ ഉണ്ട് എന്ന് ഉറച്ച വിശ്വാസമുള്ളവരാണ് നമ്മൾ. മഹ്ശറ ഉണ്ട് എന്ന് വിശ്വാസമുള്ളവരാണ് നമ്മൾ. അങ്ങനത്തെ നമ്മുടെ ശൈലി, ഈ രീതി വരാൻ ഒരിക്കലും പാടില്ല. നമ്മളത് ചെയ്യാനും പാടില്ല. കാരണം ഖബർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഅയ്തു ഖൗമാ ലൈലത്തുൻ നുസ്രിയ ബി ഇല സമാ. ആകാശാരോഹണം നടത്തപ്പെട്ടതായ പവിത്രമാക്കപ്പെട്ട ഇസ്റാ മിഅ്റാജ് രാവിൽ, റജബ് 27-ാം രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ചില കാഴ്ചകൾ കാണിച്ചു തന്നു സഹാബ. കാഴ്ചകൾ കാണിച്ചു തന്നു സഹാബ. റഅയ്തു ഖൗമാ ബൈന അയാദീഹിം ലഹമുൻ നളീജ് വലഹമുൻ ആഖറു ഖബീസ്. ഒരു വിഭാഗം ആളുകൾ അവരുടെ മുന്നിൽ മനോഹരമായ ഭക്ഷണ തളിക അല്ലാഹു വച്ചിരിക്കുകയാണ്. അതിസുന്ദരമായ ആഹാര പാനീയങ്ങളെ അല്ലാഹു നിരത്തി വച്ചിരിക്കുകയാണ്. മാത്രമല്ല വആഖറു ലഹമു ഹബീസ്, ഒരു തളികയിൽ മോശമായ ഭക്ഷണവും അല്ലാഹു വച്ചിരിക്കുകയാണ്. മലിനമാക്കപ്പെട്ടതാകുന്ന പഴഞ്ചൻ, മോശപ്പെട്ടതാകുന്ന ലഹമും മാംസാഹാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ഒരു പ്ലേറ്റിൽ അല്ലാഹു നൽകിയിരിക്കുന്നു. വലതുഭാഗത്ത് മനോഹരമായ ഭക്ഷണവും അല്ലാഹു നൽകിയിരിക്കുന്നു. ഖബറിൽ ചില ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സഹാബ. ഇസ്റാ മിഅ്റാജ് രാവിൽ ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ ശിക്ഷിക്കുന്നതായിട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നല്ല ഭക്ഷണം കഴിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ശിക്ഷയുടെ മലക്കുകൾ, സവാനിയാക്കളാകുന്ന മലക്കുകൾ മോശപ്പെട്ട മലിനമാക്കപ്പെട്ട ഭക്ഷണം കഴിക്കാൻ അവരോട് നിർബന്ധിക്കുകയാ. നഊദു ബില്ലാഹ്.
ദിവസങ്ങളോളം പഴക്കമുള്ളതാകുന്ന മാംസാഹാരം കൊണ്ടുവന്ന് ദുർഗന്ധം വമിക്കുന്ന മാംസാഹാരം കഴിക്കാൻ വേണ്ടി മലക്കുകൾ അവരെ നിർബന്ധിക്കുകയും അവരെ അടിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോ ഞാൻ എന്റെ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ഈ കൂട്ടരാരാണ്? ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, ഹൗലാ നബിയേ നബിയേ, ഈ കൂട്ടരാരെന്നറിയുമോ? ലഹും ഇംറാത്തുൻ ഹലാൽ വതറകൂഹുന്ന ലിസിനാ, അല്ലാഹു അനുവദിച്ച മാർഗത്തിലൂടെ അവർ വിവാഹം ചെയ്തതാകുന്ന കന്യകളാകുന്ന സ്ത്രീകൾ അവർ കൊണ്ട് സ്വന്തം ഭാര്യമാരുണ്ടായിരിക്കെ ആ ഭാര്യയെ മറന്നുകൊണ്ട് അവരുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോ മറ്റുള്ളതാകുന്ന സ്ത്രീകളെ തേടിക്കൊണ്ട് പോയവരാണ്. വതറകൂഹുന്ന ലിസാനിയാ, സ്വന്തം ഭാര്യ മറന്നുകൊണ്ട് പോയ ഭർത്താക്കന്മാരാണ് നബിയെ, അവർക്കുള്ള ശിക്ഷയാണ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു, സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യ സ്ത്രീകളോടൊപ്പം അന്യ പുരുഷന്മാരോടൊപ്പം പോകുന്ന സ്ത്രീകളില്ലയോ, അവർക്കും ഇതേ ശിക്ഷ തന്നെയാണ് ഖബറിൽ ഉണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനോഹരമായ ഭക്ഷണം മുന്നിൽ വച്ചിരിക്കുന്നു, കഴിക്കാൻ പറ്റൂല. തൊട്ടിപ്പുറത്ത് മോശപ്പെട്ട മാംസാഹാരം, അത് നിർബന്ധിച്ച് ആര് കഴിപ്പിക്കുന്നു? മലക്കുകൾ കഴിപ്പിക്കുന്നു. ഇത് എവിടെയുള്ള ശിക്ഷയാ? ഖബറിൽ കൊടുക്കുന്ന ശിക്ഷ, മഹ്ശറിൽ വേറെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആര് കണ്ടു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരിട്ട് കാണാൻ മനസ്സിലാക്കിക്കോ. നമ്മൾ എവിടെ എത്തിപ്പോയി നമ്മുടെ സമൂഹം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, റഅയ്തു ഖൗമാ, ഒരു വിഭാഗം ആളുകളെ ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സഹാബ തുർലഹു റൂസഹും ബിസ്സഖരി, പാറക്കല്ലിന്റെ ചീള കൊണ്ട് തല അടിച്ച് പൊട്ടിക്കുന്നതായിട്ട് കാണുകയാണ്. കുല്ലമാ رضخت عادت إلى ما كانت, പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നതായിട്ട് ചില ആളുകളെ ആറടി മണ്ണിന്റെ ഇരുട്ടറയിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സാബാ കുല്ലമാ റുളിഖത് ആദത് ഇലാ മാ കാനത്, പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുകയാണ്. തല പൊട്ടിയിട്ട് ചോര നിലത്തേക്ക് വീഴുകയാണ്, നിർഗളിക്കുകയാണ്, ചോര വീഴുകയാണ്. അവരുടെ ശരീരത്തിലേക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ആത്മാവ് വീണ്ടും വിട പറയുകയാണ്. ഖബറിലാണ് സംഭവമുള്ളത്. വീണ്ടും ആത്മാവ് അല്ലാഹു ശരീരത്തിലേക്ക് മലക്കുകൾ മുഖേന നൽകുകയാണ്. വീണ്ടും ആ നൽകപ്പെട്ടതാകുന്ന ആത്മാവ് നൽകപ്പെട്ട ശരീരത്തിലേക്ക് അവനതാ പാറക്കല്ലിന്റെ ചീലെടുത്തുകൊണ്ട് തല ആഞ്ഞടിച്ച് പൊട്ടിക്കുകയാണ്. രക്തം വാർന്നൊലിക്കുകയാണ്. വീണ്ടും മരണത്തിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനാജനകമാകുന്ന ഈ ശിക്ഷ കണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു പോയി, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ കൂട്ടർ? ഒന്ന് പറയുമോ ജിബ്രീലേ? ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു അത്രേ, الذين تتثاقلون رؤوسهم عن الصلاة, നമസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ കടന്നു വരുന്ന സമയത്ത് ആ ബാങ്ക് വിളിക്കുത്തരം കൊടുക്കാതെ നിലകൊള്ളുന്ന ആളുകളാണ്. നമസ്കാരത്തെ ഭാരമായി കാണുന്ന ആളുകളാണ്. നമസ്കാരത്തെ ഭാരമായി കാണുന്ന ആളുകളാണ്. അല്ലാഹുവിന്റെ മുന്നിൽ തല കുനിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ താല്പര്യമില്ലാതെ നിലകൊള്ളുന്ന ആളുകൾ
അവരുടെ തല പാറക്കല്ലിന്റെ ചീളുകൊണ്ട് അടിച്ചിട്ട് ചോര പുറത്തേക്ക് നിർഗളിപ്പിച്ചുകൊണ്ട് അവരെ അല്ലാഹു ഖബറിൽ ശിക്ഷിപ്പിക്കുന്നതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ പഠിച്ചു വെക്കേണ്ട പാഠമാണ് ഈ കടക്കുന്നതാകുന്ന വിലായത്തിന്റെ മഹോന്നത വ്യക്തിത്വമൊക്കെ ഈ ഉന്നതമായ പദവിയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ മഖാമിൽ വന്നുകൊണ്ട് സിയാറത്ത് ചെയ്യാനുള്ള കാരണം അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിസ്കാരം മുറ പോലെ നിർവഹിച്ചത് കൊണ്ടാണ്. അള്ളാഹുവിനെ പരിപൂർണമായി തഖ്വ ചെയ്ത് ജീവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. ഖബറിൽ നടക്കുന്ന പ്രതിഭാസമാണ്. ഖബറിൽ ഇരുന്നു കൊണ്ട് പാറക്കല്ലിന്റെ ചീളുകൊണ്ട് തല അടിച്ച് പൊട്ടിക്കുക. ചിന്തിച്ചു നോക്ക്. ആരാണിവർ? നിസ്കാരത്തെ ഭാരമായി കണ്ടവർ. അവർക്ക് പിന്നെ തലയുടെ ആവശ്യമില്ലല്ലോ. അള്ളാന്റെ മുന്നിൽ തലകുനിക്കാൻ മടിയുള്ളവന്റെ തല അവൻ തന്നെ സ്വന്തം അടിച്ച് പൊട്ടിക്കാൻ, ചോരയിൽ കുളിക്കാൻ. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഖബറിൽ നടക്കുന്ന ശിക്ഷകളാണ്, ഖബറിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ദുനിയാവിൽ വ്യഭിചരിക്കുന്നവൻ, വിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബന്ധം മാത്രമല്ല, അന്യ പെണ്ണുമായിട്ട് ചാറ്റിംഗ് നടത്തുന്നവർ എത്രയായുള്ളത്. ഓൺലൈനിന്റെ സംരംഭം വന്നതോടുകൂടി എത്രയെത്ര ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കൾക്കൊക്കെ മൊബൈൽ ഫോൺ എല്ലാവരുടെയിലുണ്ട്. ചെറിയ മക്കളുടെ കയ്യിൽ വരെ മൊബൈൽ ഫോണാണ്. എത്ര മണിക്കൂർ ഉപയോഗിച്ചാൽ ഇപ്പോൾ പഴയതുപോലെയുള്ള ശ്രദ്ധ മാതാപിതാക്കൾക്ക് കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ. പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിച്ചേ പറ്റൂ, ജാഗ്രത പുലർത്തിയേ പറ്റൂ. നമുക്ക് നമ്മുടെ മക്കളാണ് വലുത്. വിദ്യാഭ്യാസത്തിലുപരി മക്കളെ നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലെത്തിച്ചേരും. വലിയ അപകടത്തിൽ. വെറും 6ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് തന്നെ പ്രണയം മുട്ടിട്ട് വരുന്നതാകുന്ന ചെറിയ മക്കളുള്ള കാലഘട്ടം, ചെറിയ പ്രായത്തിൽ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്ന കാലഘട്ടം. 600 കോടിയുടെ ലഹരി ഉൽപ്പന്നമാണ് ഈ കൊച്ചു കേരളത്തിൽ ഈ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുള്ളത്. 2854 കിലോഗ്രാം കഞ്ചാവാണ് ഇവിടെ പിടിച്ചെടുത്തിട്ടുള്ളത് കേവലം 6 മാസം കൊണ്ട്. മനസ്സിലാക്കണം നമ്മൾ. 68 കിലോയോളം ഹഷീഷാണ് ഇവിടെ പിടിച്ചെടുത്തിട്ടുള്ളത്. 32.5 കിലോഗ്രാമാണ് MDMA എന്ന് പറയുന്ന മാരകമാകുന്ന സ്റ്റാമ്പ് രൂപത്തിലുള്ള ലഹരി ഉൽപ്പന്നം ഇവിടുന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. പിടിച്ചെടുത്തതിന്റെ കണക്കാണ്, പിടിക്കാത്തതിന്റെ കണക്ക് ഇതിന്റെ ഇരട്ടി ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് ചെറുപ്പക്കാരുടെ പോക്ക്? ഒക്കെ ലഹരി വഴിക്ക് അടിമപ്പെട്ടിരിക്കല്ലേ. കഞ്ചാവ് ഇറക്കുമതി ചെയ്യുന്ന ആളുകൾ, ചെറിയ കുട്ടികൾ, +2-നും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവരുടെ പ്രവർത്തനവും അവരുടെ ശൈലിയും അവരുടെ കോലവും ഒക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഒക്കെ ലഹരിക്കടിമപ്പെടുന്ന കാലഘട്ടം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ, ആബിദീങ്ങൾ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ, ഹാഫിളീങ്ങളിൽ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നാളെയുടെ ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നാളേക്ക് വേണ്ടി ഒരുങ്ങുക, അതിനുള്ളതാകുന്ന ഒരു സമയവും സന്ദർഭവുമാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. കുറഞ്ഞ കാലഘട്ടം. ഓരോരുത്തർക്കും നര വെളിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. താടി നരച്ചവരെന്റെ മുന്നിലുണ്ട്, തലമുടി നരച്ചവരുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തെക്കുറിച്ച് എല്ലാ ദിവസവും തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരാളെ നിശ്ചയിച്ചു. അദ്ദേഹം എല്ലാ ദിവസവും വന്നിട്ട് പറയും, ഉമറെ നീ മരിക്കേണ്ടവനാണ്, നീ മരിക്കേണ്ടവനാണ്. ഒരു ദിവസം വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ജോലി മതി, പൊയ്ക്കോ, ശമ്പളം കൊടുത്തവനെ പറഞ്ഞു വിടുക. ഒരു കുഴപ്പമില്ലാതെ ജോലി നോക്കി എന്നെ എന്തിനാണ് പിരിച്ചുവിടുന്നത്? കാരണം അറിയണം. അദ്ദേഹം പറഞ്ഞു, കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇന്ന് എന്റെ ശരീരത്തിൽ താടിയിൽ ഒരൊറ്റ രോമം നരച്ചതായിട്ട് ഞാൻ കണ്ടു. എന്റെ താടിയിൽ ഒരു രോമം നരച്ചിട്ടുണ്ട്. അതെനിക്കുള്ള അടയാളമാണ്, മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അതുകൊണ്ട് നീ ഇനി എപ്പോഴും ഉണർത്തേണ്ടതില്ല. ഈ താടിയിലെ രോമം കാണുമ്പോൾ തന്നെ, നരച്ച രോമം കാണുമ്പോൾ തന്നെ എനിക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്ത വരുമെന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കിവിടെ നരച്ച രോമത്തിന്റെ അവസ്ഥ കാണാതിരിക്കാൻ പതുക്കെ ഡൈരി ചെയ്തേക്കാൻ.
മരണത്തെക്കുറിച്ച് ചിന്തിക്കണ്ട പടച്ചവനെ, ഡൈ ചെയ്യുന്ന അവസ്ഥയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നരച്ചവരുടെ കൂട്ടത്തിലല്ലേ ഇരിക്കുന്നതിൽ മുക്കാൽ ഭാഗവും? ഇത് ചിന്തിച്ചു നോക്കി. തലമുടി നരയ്ക്കാത്തവരാരാണ് ഇവിടെ? താടി രോമങ്ങൾ നരയ്ക്കാത്തവരാരാണ് ഇവിടെ? എന്നിട്ടും നമ്മൾ മരണത്തെക്കുറിച്ച് എവിടെ ചിന്തിക്കുന്നു? അള്ളാഹു നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കട്ടെ. സർവസുഖ ആസ്വാദനങ്ങൾ, രസങ്ങൾ മുറിച്ചു കളയുന്ന മരണത്തെ പറ്റി നിങ്ങൾ അധികമായി ചിന്തിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിൽ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് സഹോദരങ്ങളെ? നാളെ മരിക്കുമെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? അടുത്ത സെക്കൻഡിൽ മരണപ്പെടുമെന്നുള്ള ബോധം നമുക്കുണ്ടോ? അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയവരുടെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ.